നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഓരോ ആളുകളും വ്യത്യസ്തമായ സ്ഥാനങ്ങളിലെത്തും. അതിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം വേണ്ട. ശമ്പളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാത്രാ അലവൻസും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് 15,800 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. വൈസ് പ്രസിഡന്റിനാണെങ്കിൽ 13,200 രൂപയാണ് ശമ്പളമായി കിട്ടുന്നത്. എങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 9,400 രൂപ മാത്രമാണ് ലഭിക്കുക. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കാണെങ്കിൽ 8,800 രൂപയാണ് ഒരു മാസത്തിൽ ശമ്പള ഇനത്തിൽ കിട്ടുന്നത്. അത് കോർപ്പറേഷനിലേക്ക് മാറുമ്പോൾ ആ മേയർക്ക് 15,800 രൂപയാണ് ശമ്പള ഇനത്തിൽ കിട്ടുന്നത്. അതിലെ കൗൺസിലർ എന്ന് പറയുന്ന അംഗത്തിന് 8,200 രൂപയാണ് ഒരു കോർപ്പറേഷനിൽ കിട്ടുന്ന അംഗത്തിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. എങ്കിൽ നഗരസഭയിലേക്ക് വരുമ്പോൾ നഗരസഭാ ചെയർമാന് 14,600 രൂപയാണ് ശമ്പളമായിട്ട് ഒരു മാസത്തിൽ ലഭിക്കുന്നത്. വൈസ് ചെയർമാന് 12,000 രൂപയും ലഭിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 8,800 രൂപ മാത്രമായി സാലറി ആയിട്ട് അവർക്ക് ലഭിക്കുന്നുള്ളൂ. എങ്കിൽ നഗരസഭാ കൗൺസിലർക്ക് 7,700 രൂപ അവർക്ക് ശമ്പള ഇനത്തിൽ ലഭിക്കുന്നു. എങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റിനാണെങ്കിൽ 14,600 രൂപയാണ് ശമ്പളമായിട്ട് ഒരു മാസം ലഭിക്കുന്നത്. ബ്ലോക്കിലെ ഒരു അംഗത്തിന് 7,700 രൂപയും ഈ സാലറി ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് 13,200 രൂപയാണ് ഒരു മാസത്തെ ശമ്പള ഇനത്തിൽ ലഭിക്കുന്നത്. അതിലെ വൈസ് ചെയർമാനായിട്ട് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്നത് 10,600 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 8,200 രൂപയും പഞ്ചായത്തിലെ ഓരോ വാർഡിന് ജയിക്കുന്ന അംഗത്തിന് 7,000 രൂപയുമാണ് ഒരു മാസത്തിൽ ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. ഇതിന് പുറമെയാണ് അവർക്ക് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ള യാത്രാ അലവൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇനി നമ്മുടെ റിസൾട്ട് വരും. ഓരോരുത്തരും ഭാരവാഹിത്വത്തിലേക്ക് കയറി വരും. അവർ നാടിനെ നയിക്കാനുള്ളവരായിരിക്കും. അവർക്ക് ലഭിക്കുന്ന സാലറിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നല്ല രൂപത്തിൽ ജനകീയമായിട്ട് തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയത്തിൽ നിങ്ങൾ മത്സരിച്ചാലും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നാടിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഇവിടുത്തെ പൊതുജനങ്ങളുടെ നികുതിയും തദ്ദേശ ഫണ്ടിൽ നിന്നും ലഭിക്കുന്നതാണെന്നുള്ള ഓർമ്മയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വിവരം മറ്റുള്ളവർക്ക് എല്ലാവരിലേക്കും ഇതേ സമയം തന്നെ നിങ്ങൾ എത്തിക്കുക. ഓക്കെ, ബൈ ബൈ, ജയ് ഹിന്ദ്.